നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പിണറായി സർക്കാർ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയത പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒന്നാണെന്നും പ്രതിപക്ഷ നേതാവ്. സർവ്വമേഖലയിലെയും ജനങ്ങൾ പിണറായി സർക്കാരിന് എതിരാണെന്നും VD സതീശൻ. പുതുയുഗ യാത്രയ്ക്ക് തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. മലമ്പുഴയിൽ ജലവിഭവ സ്ഥലത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സ്റ്റേഡിയം നിർമ്മിക്കുന്നത് 7 കോടി രൂപ ചിലവിൽ. പുതിയ സ്റ്റേഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുമെന്ന് A. പ്രഭാകരൻ MLA. ചിനക്കത്തൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താൻ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ പങ്കെടുപ്പിക്കില്ല. കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും ശുദ്ധജലം നൽകണമെന്ന് കർശന നിർദ്ദേശം. പൂരപ്പറമ്പിൽ ഡ്രോൺ നിരീക്ഷണവും CCTV ക്യാമറകളും ഉണ്ടാകും. DJ, നാസിക് ടോൾ, ആട്ടത്തപ്പട്ട എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്താനും തീരുമാനം. റംസാൻ വ്രതാരംഭത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇനി 1 മാസക്കാലം വ്രതാനുഷ്ഠാന ദിനങ്ങൾ. റംസാനെ വരവേൽക്കാൻ പള്ളികളും വീടുകളും ഒരുങ്ങി. പാലക്കാട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നീതി പുലർത്തണമെന്ന് മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി. ആരോഗ്യമേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരുന്നാൽ പഠനത്തെയും പ്രവൃത്തി പരിചയത്തെയും ബാധിക്കുമെന്നും OK മണി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ, കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ, കോളേജ് യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ. നാട്ടുകാരുടെ ചിരകാലാഭിലാഷമായ വാരണാകുഷിയിലെ പെരുവഴി തോടിന് കുറുകെ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. പാലത്തിനായി 50 ലക്ഷം ബജറ്റിൽ തുക വകയിരുത്തി. നിർമ്മാണത്തിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. സ്ഥലത്തെ മണ്ണെടുത്ത് പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞതായി അധികൃതർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പിണറായി സർക്കാർ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയത പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒന്നാണെന്നും സതീശൻ പറഞ്ഞു. ചേലക്കരയിൽ ദൃശ്യമാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കുകയാണ് UDF അധികാരത്തിലേറിയാൽ ആദ്യ ലക്ഷ്യമെന്നും VD സതീശൻ പറഞ്ഞു. കാരണം സർക്കാർ ഖജനാവിൽ മാത്രമാണ് സാധാരണ ജനങ്ങളെ സഹായിക്കാനും കണ്ണീരൊപ്പാനും സാധിക്കുകയുള്ളൂ. സർവ്വ മേഖലയിലെ ജനങ്ങളും പിണറായി സർക്കാരിന് എതിരാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിച്ചോളൂ. കാരണം ഈ പിണറായി സർക്കാർ താഴെ ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരാണെന്നും VD സതീശൻ പറഞ്ഞു. പിണറായി സർക്കാർ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്നും UDF അധികാരത്തിൽ വന്നാൽ എവിടെയെല്ലാം ആണോ കേരളം തകർന്ന് തരിപ്പണമായിട്ടുള്ളത് അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയത പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒന്നാണെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ട് സർവേ നടത്തുക. ആ സർവേ നടത്തിയിട്ട് തുടർ ഭരണം ഉറപ്പാക്കണം. സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കിൾ നടത്തുന്നു. DYFIക്കാരെയും CPMകാരെയും വോളണ്ടിയർമാരാക്കുന്നു. നമ്മുടെ നികുതി പണം എടുത്തിട്ട് DYFIക്കാർക്കും CPMകാർക്കും കൊടുക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു, നിങ്ങൾ പോയി, അത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിൻ്റെ തുടർഭരണം ഉറപ്പാക്കണമെന്ന്. നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം കെട്ട പരിപാടിയാണ് ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തത്. ഒരു കോടതി ശക്തമായ വിധിയുണ്ട്. അത് പോട്ടെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കോളും. ബാക്കി വോളണ്ടിയർമാരോട് മുഖ്യമന്ത്രി പറയുന്നു തുടർഭരണം. അതാണ് പറയുന്നത്, തുടർഭരണം ഉറപ്പാക്കുക. വോളണ്ടിയർമാർ അവരുടെ CPM വോളണ്ടിയർമാരെ വെച്ച് പറഞ്ഞോ, ഇത് സർക്കാരിൻ്റെ പണം, നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് കൊടുക്കുവാണ്. ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ കേരളം മുഴുവൻ ഹോർഡിംഗ് വെച്ചേക്കുക. കേരളത്തെ ശരിയാക്കിയത് കോടികൾ ഖജനാവിൽ പൂച്ച വെച്ചിടക്കുകയാണ്. 5 പൈസയില്ല, കടം കയറി മുടിഞ്ഞിരിക്കുക. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. UDF അധികാരത്തിൽ വന്നാൽ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ VD സതീശനൊപ്പം സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ചേലക്കരയിൽ ഊഷ്മളമായ സ്വീകരണം. വൻ ജനാവലിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ബുധനാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു യാത്ര ചേലക്കരയിലെത്തിയത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം ലഭിച്ചത്. ചേലക്കരയിലെ സ്വീകരണം വലിയ ആവേശമായി.
തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പ്രസംഗം നടത്തി. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കംപ്ലീറ്റ് ന്യൂനപക്ഷ പ്രണയമായിരുന്നു. ആ പ്രസംഗമൊക്കെ എന്റെ കയ്യിലുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി കാപ്പേണ്ടി വന്നു. അവർ വോട്ട് ചെയ്തില്ല. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി. ഡൽഹിയിൽ പോയി ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു. മലപ്പുറത്തിനെതിരായി പരാമർശം. അപ്പൊ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി തിരികൊടുത്തു. പിന്നെ കിങ്കരന്മാരുടെ വരവായി AK ബാലൻ, വിജയരാഘവൻ, സജി ചെറിയാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വർഗീയത പ്രസംഗിക്കുന്നവരെ എല്ലാ ആഴ്ചയും പോയി കൊണ്ടാടേണ്ടത്. അവരെല്ലാം കൂടി യോഗത്തിൽ UDF ചെയർമാൻ PM അമീർ അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, ബെന്നി ബഹനാൻ MP, ഷാനിമോൾ ഉസ്മാൻ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, CH റഷീദ്, മാണി C കാപ്പൻ MLA, തോമസ് ഉണ്ണിയാടൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, PM അനീഷ്, NS വർഗീസ്, T ഗോപാലകൃഷ്ണൻ, ശിവൻ വീട്ടിക്കുന്ന്, PA ഷാനവാസ്, T നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചിനകത്തൂർ പൂരം സംഘാടകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം സബ് കളക്ടർ അഞ്ജിത് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും ശുദ്ധജലം നൽകണമെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളുടെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കില്ലെന്നും യോഗത്തിൽ തീരുമാനമായി. പൂരപ്പറമ്പിൽ ഡ്രോൺ നിരീക്ഷണവും ഒപ്പം CCTV നിരീക്ഷണവും കാര്യക്ഷമമാക്കും. DJ, നാസിക് ഡോൾ, ആട്ടത്തട്ടപ്പട്ട എന്നിവ വിലക്കാനും യോഗത്തിൽ തീരുമാനമായി. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്ത രോഗം വെള്ളത്തിലൂടെയാണ് പകരുന്നതെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശുദ്ധജലം നൽകണമെന്ന ആവശ്യം ഉയർന്നത്. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം, ആരോഗ്യവകുപ്പ്, നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്താൻ തീരുമാനമായി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും യോഗം അറിയിച്ചു. ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായ ആന എഴുന്നള്ളിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തും. നാട്ടാന പരിപാലന ചട്ടങ്ങൾ പരമാവധി പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയും എഴുന്നള്ളിപ്പ് നടത്തണമെന്നാണ് നിർദ്ദേശം. വനം മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ആനകളെയും പരിശോധിക്കും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. എലിഫന്റ് സ്ക്വാഡും എലിഫന്റ് റെസ്ക്യൂ സ്ക്വാഡും മുഴുവൻ സമയവും പൂരപ്പറമ്പിലുണ്ടാകും. വെടിക്കെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾക്ക് വിധേയമായി നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചു. പൂര ദിവസം ഒറ്റപ്പാലം മുതൽ ലക്കിടി വരെയും പൂരപ്പറമ്പിലും പോലീസ് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. പൂരപ്പറമ്പിൽ CCTV നിരീക്ഷണവും ഉണ്ടാകും. സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു ചേർക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. 24-ാം തീയതിക്കുള്ളിൽ യോഗം വിളിക്കണമെന്ന് പോലീസ് ഉറപ്പ് നൽകി. DJ, നാസിക് ഡോൾ, ആട്ടത്തപ്പട്ട ഉൾപ്പെട്ട ഉയർന്ന ശബ്ദമുള്ള ആഘോഷ പരിപാടികളിൽ അനുവദിക്കില്ല. പിന്നീട് ദേശകമ്മിറ്റി ഭാരവാഹികളുടെയും കുതിര, തേര്, തട്ടിമേൽക്കൂത്ത് ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർക്കും. പൂരം ദിവസം പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. തോൽപ്പാവക്കൂത്ത് അവസാനിക്കുന്ന 19-ന് പൂരം കൊടിയേറും. 20-ന് പറയെടുപ്പ് തുടങ്ങും. 28-ന് പൂരത്താലപ്പൊലിയും മാർച്ച് 1-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. 2-നാണ് കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ ഇടം പിടിച്ച ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റംസാനെ വരവേൽക്കാൻ പള്ളികളും വീടുകളും ഒരുങ്ങി. വ്യാഴാഴ്ച മുതലാണ് വ്രതാരംഭം. പള്ളികളിൽ പെയിൻറ്റിംഗ് നടത്തിയും മോടി പിടിപ്പിച്ചും മിക്ക പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പത്തിരിപ്പാലിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. മിക്ക പള്ളികളിലും പുതിയ വിരിപ്പുകളും പുത്തൻ പായകളും വിരിച്ചു കഴിഞ്ഞു. മുസ്ലിം ഭവനങ്ങൾ റംസാനെ വരവേൽക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ്. നോമ്പ് തുറക്കുവാനും നോമ്പ് നോൽക്കുവാനും വേണ്ട വിഭവങ്ങൾ സമാഹരണത്തിലാണ് വിശ്വാസികൾ. നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം എല്ലാ കടകളിലും എത്തിക്കഴിഞ്ഞു. ഖുർആൻ അവതരിപ്പിച്ച പുണ്യമാസം എന്ന നിലയിൽ ദൈവത്തോടുള്ള തീരാത്ത നന്ദിയുടെ പ്രകാശമായിട്ടാണ് വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നത്. വ്രതാനുഷ്ഠകാലം ഖുർആൻ പാരായണവും താറാവീഹ് രാത്രി നമസ്കാരവും ഇനിയുള്ള ദിനങ്ങളിൽ പള്ളികളെ രാപ്പകലാക്കി മാറ്റും. നോമ്പ് തുറക്കാനെത്തുന്നവർക്ക് പള്ളികളിൽ നൽകുന്ന കഞ്ഞി വിതരണം ഏറെ ആശ്വാസകരമാകും. പള്ളികളിൽ നടക്കുന്ന സമൂഹ നോമ്പുതുറകൾ മതമൈത്രിയുടെ ഭാഗമായി മാറും. റംസാനിലെ വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിലെത്തുന്ന വിശ്വാസികളെ കൊണ്ട് പള്ളികൾ നിറയും. എല്ലാ പാപങ്ങളും പൊറുക്കുന്ന ദിനങ്ങളാണ് ഇനിയുള്ളത്. റംസാനെ വരവേൽക്കാൻ പള്ളികളും വീടുകളും ശുചീകരിച്ച് എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് മുസ്ലിം സമൂഹം. ആ റമദാനിനെ ഓരോ ദിനരാത്രങ്ങളും
അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വാക്കും പ്രവൃത്തിയും നോട്ടവും എല്ലാം പരിശുദ്ധ റമദാനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് അതിന് ഹാനികരമാകുന്ന വാക്കോ പ്രവൃത്തിയോ ഒന്നും സംഭവിക്കാതെ അവൻ്റെ ശരീരത്തെ പ്രത്യേകമായി അവൻ പിടിച്ചു നിർത്താൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് നോമ്പില്ലെങ്കിൽ പോലും നോമ്പിനെ മാനിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് പകൽ സമയം പ്രത്യേകം അവൻ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രത്യേക വിശുദ്ധിയുടെ നാളുകളാണ് പരിശുദ്ധ റമദാൻ. അതോടൊപ്പം റമദാനിൻ്റെ പകലിൽ എന്ന പോലെ തന്നെ വൈകുന്നേരവും തറാവീഹ് നമസ്കാരവും മറ്റു പുണ്യകർമ്മങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് പരിശുദ്ധ റമദാനിനെ മനോഹരമാക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴ ജലസേചന പദ്ധതിയുടെ സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈൻ വഴിയായി നിർവഹിച്ചു. 7 കോടി രൂപ ചിലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുക. മലമ്പുഴയിൽ ജലവിഭവ സ്ഥലത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുമെന്ന് എ പ്രഭാകരൻ MLA പറഞ്ഞു. 2024-25 സംസ്ഥാന ബജറ്റിൽ 7 കോടി രൂപ വകയിരുത്തി മലമ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഇറിഗേഷൻ ഗ്രൗണ്ടിലെ ഏകദേശം 6 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുക. 2500 പേർക്ക് ഒരേ സമയം കളി കാണാൻ സാധിക്കുന്ന മൾട്ടി ലെവൽ ഗ്യാലറിയാണ് ഒരുക്കുന്നത്. സ്റ്റീൽ ഫ്രെയിമുകളോടെ കൂടിയ അത്യാധുനിക GI ഷീറ്റിംഗ് മേൽക്കുരയായി ഉപയോഗിക്കും. കായിക താരങ്ങൾക്കും മത്സരങ്ങൾക്കും ആവശ്യമായ പവലിയൻ, കമൻട്രി ബോക്സ്, വിശ്രമമുറികൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ശൗചാലയങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ 6 വ്യാപാരശാലകൾ കൂടി ഇതിനോടൊപ്പം നിർമ്മിക്കും. 200 കാറുകളും 400 ഇരുചക്രവാഹനങ്ങളും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നുണ്ട്. സുരക്ഷിതമായ കോമ്പൗണ്ട് വാളും ശക്തമായ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പില്ലറുകളും ബീമുകളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോൾ മൈതാനത്തിൻ്റെ കൃത്യമായ അളവോടുകൂടി നിർമ്മിക്കുന്ന സ്റ്റേഡിയം കായിക മത്സരങ്ങൾക്കും വലിയ കലാപരിപാടികൾക്കും ഒരുപോലെ അനുയോജ്യമാണ്. മലമ്പുഴ ജലസേചന പദ്ധതിയുടെ സ്റ്റേഡിയം നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ എ പ്രഭാകരൻ MLA അധ്യക്ഷനായിരുന്നു. നവകേരള പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ട മലമ്പുഴയിൽ ജലവിഭവ സ്ഥലത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുമെന്ന് ചടങ്ങിൽ സംസാരിച്ച എ പ്രഭാകരൻ MLA പറഞ്ഞു. അപ്പോൾ ഈ 7 കോടി ഉറുപ്പിക പൂർണ്ണമായും ഒരു പ്രോജക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല സ്റ്റേഡിയം മാത്രമല്ല കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ട് ഭാവിയിൽ വല്ല എക്സ്പാൻഷൻ വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ചും പിന്നീട് ആലോചിക്കാം. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് നമ്മൾ കൊടുക്കാൻ തയ്യാറായത്. എന്തായാലും അത് അംഗീകരിച്ചു വന്നു. അതിൻ്റെ ബന്ധപ്പെട്ട ഇറിഗേഷന് തന്നെ സ്ഥലമായതുകൊണ്ട് സ്ഥലത്തിന് വേണ്ടി വേറെ എവിടെയും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പാലക്കാട്ടിലെ സ്റ്റേഡിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡോർ സ്റ്റേഡിയം കെട്ടിയിട്ടുണ്ട്. അത് പല സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിൽ അതിപ്പോഴും ഒരുതരം സ്കെൽട്ടനായിട്ട് അവിടെ നിൽക്കുകയാണ്. ചടങ്ങിൽ SB രാജു, പ്രസന്ന, ലീലാവതി, അഡ്വക്കേറ്റ് ശോഭന, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമൻ ചന്ദൻ, അസിസ്റ്റന്റ് സൂപ്രണ്ട് M റഷീദ് എന്നിവർ സംസാരിച്ചു. ശിരുവാണി പ്രൊജക്ട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ CV സുരേഷ് ബാബു റിപ്പോർട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ചിരകാലാഭിലാഷമായ വാടനാംകുഷിയിലെ പെരുവഴി തോടിന് കുറുകെ പാലം എന്ന സ്വപ്നം പൂവണിയുന്നു. പാലത്തിനായി 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. നിർമ്മാണത്തിൻ്റെ മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA സന്ദർശിച്ചതിന് പിന്നാലെ സ്ഥലത്ത് മണ്ണെടുത്ത് പരിശോധനയ്ക്കായി അറിയിച്ചു. വാടനാംകുറിശി പ്രദേശത്തുകാരുടെയും കുമ്പാരംകട്ടി പ്രദേശത്തുകാരുടെയും വർഷങ്ങളായുള്ള ചിരകാല സ്വപ്നമാണ് പെരുവഴി തോടിന് കുറുകെ ഒരു പാലം വേണമെന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണിപ്പോൾ. വാടനാംകുറിശി പ്രദേശത്തുള്ളവർക്ക് കുമ്പാരംകട്ടിയിലേക്ക് കടക്കാനും ആ പ്രദേശത്തുള്ളവർക്ക് വാടനാംകുറിശി പ്രദേശത്തേക്ക് പോകാനും എളുപ്പമാർഗമായി ഏറെ ആശ്രയിച്ചു വരുന്നത് ഈ തോടിലൂടെ കാൽനടയാത്ര ചെയ്താണ്. ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമാവുകയാണിപ്പോൾ. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ്റെ ശ്രമഫലമായി ബജറ്റിൽ 50 ലക്ഷം രൂപയാണ് തോടുപാലത്തിന് വകയിരുത്തിയിരിക്കുന്നത്. പാലം നിർമ്മാണത്തിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA ജനപ്രതിനിധികളായ PP വിജയൻ, പ്രിയ പ്രശാന്ത്, K അശോകൻ, വിനീത, PK പ്രസന്ന, എഞ്ചിനീയർ ലിസി, സോമൻ, പ്രശാന്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തോട്ടിനുള്ളിൽ തന്നെ 2 തൂണുകൾ പാലത്തിനായി ഉണ്ടായിരിക്കും. മഴക്കാലത്തെ പാലം മുങ്ങി പോകാത്ത രീതിയിൽ നടുഭാഗം ഉയർത്തിയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്.
സ്ഥലത്തെ മണ്ണെടുത്ത് പരിശോധനയ്ക്കായി ഇതിനകം അയച്ചിട്ടുണ്ട്. ഇതിനുശേഷമേ മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. സാങ്കേതിക അനുമതി കൂടി കിട്ടിയാൽ പാലത്തിന്റെ സ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് എഞ്ചിനീയർ ലിസി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നീതി പുലർത്തണമെന്ന് മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി. ആരോഗ്യമേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരുന്നാൽ പഠനത്തെയും പ്രവൃത്തി പരിചയത്തെയും ബാധിക്കുമെന്നും OK മണി പറഞ്ഞു. ഹോസ്റ്റൽ കെട്ടിടം, അധ്യാപകർ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വിവിധ സംഘടനകൾ നടത്തിയ കളക്ടറേറ്റ് സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു OK മണി. മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ, കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ, കോളേജ് യൂണിയൻ എന്നിവ സംയുക്തമായാണ് കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുമെന്ന കാര്യം മെഡിക്കൽ എഡ്യൂക്കേഷൻ അധികൃതർ മറന്നുപോകരുതെന്ന് ഉദ്ഘാടനം ചെയ്ത OK മണി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് പഠന വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 3 വർഷമായി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. 3 വർഷമായി സ്വന്തം കെട്ടിടമുണ്ടാക്കിയെടുക്കാനും ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കാനും DMEക്ക് കഴിയാത്തത് പോരായ്മയാണെന്നും OK മണി കുറ്റപ്പെടുത്തി. സ്വന്തമായി കെട്ടിടം, അധ്യാപകർ, ഹോസ്റ്റൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SNA, KGNSA, കോളേജ് യൂണിയൻ എന്നിവ സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ MR ജയന്തി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ശ്രീറാം, സംഘടനാ യൂണിയൻ ഭാരവാഹികളായ അദീന, ഷിബിലിയ, സ്വരൂപ്, ഫർഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടത് രാഷ്ട്രീയത്തെ കടന്നാക്രമിച്ചും തെരഞ്ഞെടുപ്പ് നിലപാടുകൾ പ്രഖ്യാപിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗയാത്രയ്ക്ക് നെല്ലറയിൽ പരിസമാപ്തി. മുൻമന്ത്രി VS അച്യുതാനന്ദൻ്റെ സന്ദന സഹചാരിയും CPM അനുഭാവിയുമായി തുടരുന്ന A സുരേഷിനെ വേദിയിലെത്തിച്ച് അണികളിൽ ആവേശമായി. ആരോഗ്യ കേരളം വെന്റേറ്ററാണെന്ന് VD സതീശൻ പ്രസംഗത്തിൽ പറഞ്ഞു. ഇടതു മന്ത്രിമാരുൾപ്പെടെ CPM നേതാക്കൾ വർഗീയ പരാമർശം നടത്തി മതേതരത്വത്തെ തകർക്കാൻ ശ്രമം നടത്തിയതിനു ശേഷം മറ്റുള്ളവർക്കുമേൽ വർഗീയതയുടെ ചാപ്പകുത്താനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഇടതു സർക്കാർ തകർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്ത മേഖലകളെ സംരക്ഷിക്കാനും പുതുജീവൻ നൽകാൻ പദ്ധതികൾ UDF തയ്യാറാക്കി കഴിഞ്ഞു. പൂച്ച പെറ്റിക്കിടക്കുന്ന ഖജനാവിനെ കാവലിരിക്കലല്ല, നികുതി ചോർച്ച തടഞ്ഞ് ഖജനാവ് നിറയ്ക്കുകയാണ് ലക്ഷ്യം. ബാറുകളുടെയും മദ്യമുതലാളിമാരുടെയും മാത്രമാണ് ഈ സർക്കാർ പ്രതിബദ്ധത കാണിച്ചിട്ടുള്ളത്. UDFൽ ആരെങ്കിലും വർഗീയ പരാമർശം നടത്തിയാൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണിയും ഇതുവരെ ചെയ്യാത്ത തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമ്മുടെ UDF വരുന്നത്. ആത്മവിശ്വാസത്തോടെ, മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപൂർവമായ നികുതി പരിഷ്കരണങ്ങളിലൂടെ ഖജനാവിന്റെ ചോർച്ചയടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് നമ്മൾ പൂച്ച പെറ്റുകിടക്കുന്ന ഈ ഖജനാവിൽ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു സർക്കാരിന്റെ ജോലി. ഖജനാവ് നിറയ്ക്കണം. ഖജനാവ് നിറഞ്ഞാൽ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും കർഷകനെയും എല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റും, അവന്റെ കണ്ണീര് തുടയ്ക്കും, അവന്റെ ജീവിത നിലവാരം ഉയർത്തും, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. പ്രഖ്യാപനവുമായിട്ടാണ് UDF വരുന്നത്. CPMനോട് വിട പറഞ്ഞ് വേദിയിലെത്തിയ സുരേഷിന്റെ കരങ്ങൾ ഉയർത്തിയും ഷാളണിയിച്ചും VD സതീശൻ സ്വീകരിച്ചത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആവേശം വിതറി. VSന് ക്യാപിറ്റൽ പനിഷ്മെന്റ് വിധിച്ച പാർട്ടി തനിക്കും ക്യാപിറ്റൽ പനിഷ്മെന്റാണ് നൽകിയത്. 100 തവണ അപ്പീൽ നൽകിയാലും പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നില്ലെന്ന ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് മനസമാധാനമായി ഉറങ്ങിയത്. ഇന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരുമാണ്. ഇതിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അസംതൃപ്തരാണ്. ഇന്ന് ജനപക്ഷ ഇടതുപക്ഷ സമീപനം സ്വീകരിക്കുന്നത് UDF ആണ്. തെരഞ്ഞെടുപ്പിൽ UDF പ്രചരണത്തിനൊപ്പം ഉണ്ടാകും. മലമ്പുഴയിൽ മത്സരിക്കുന്ന കാര്യം UDF തീരുമാനിക്കുമെന്നും സുരേഷ് പറഞ്ഞു. CPM പാർട്ടിയുമായി ആത്മബന്ധം പുലർത്തുന്നവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഭരണവും പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ CPM വേർപിരിഞ്ഞു. അധികാരത്തോട് കൂറ് പുലർത്തുന്നവരാണ് ഇന്ന് പാർട്ടിയെ നയിക്കുന്നത്. യഥാർത്ഥ പാർട്ടിക്കാർ പാർട്ടി നയങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവർ പണത്തിനും അധികാരത്തിനും വേണ്ടി നിലകൊള്ളുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ചികിത്സാ പിഴവ് മൂലം കൈനഷ്ടപ്പെട്ട പല്ലശ്ശന ഒഴുവാറ സ്വദേശിനി വിനോദിനിക്ക് കൃത്രിമ കൈ നൽകുന്നതിന് പിന്നാലെ വീട് വയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ ആധാരവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ വെച്ച് കൈമാറി.
സ്വന്തമായി വീടും സ്ഥലവും ഇല്ലായിരുന്ന വിനോദിനിയുടെ കുടുംബത്തിന് 5 സെന്റാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ സഹായത്തോടെ ഭൂമി വാങ്ങിയത്. മുൻ MLA കെ അച്യുതൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് സ്വീകരണവേദിയായ തത്തമംഗലത്തെത്തിയത്. രാത്രിയോടെയായിരുന്നു പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലങ്ങളുടെ സ്വീകരണ പരിപാടി നടന്നത്. വൈകുന്നേരത്തോടെ ആയിരങ്ങളാണ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരുക്കിയ സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. കെ മുരളീധരൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ പരിപാടിയിൽ UDF നേതാക്കളായ ബെന്നി ബെഹനാൻ MP, VK ശ്രീകണ്ഠൻ MP, തോമസ് ഉണ്ണിയാടൻ, പ്രൊഫസർ KA തുളസി, അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA, P ബാലഗോപാലൻ, സന്ദീപ് വാര്യർ, ഷാനിമോൾ ഉസ്മാൻ, B അബ്ദുൽ ലത്തീഫ്, മരക്കാർ മാരായമംഗലം, സുമേഷ് അച്യുതൻ, VS വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന് കീഴിലായതുകൊണ്ടാണ് പ്രതികൾ പുറത്തിറങ്ങിയതെന്ന് കെ മുരളീധരൻ. പോറ്റിയെ സ്പോൺസറാക്കി കൊള്ള ആരംഭിച്ചത് പിണറായിയുടെ കാലത്താണെന്നും പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ച പുതുകയാത്രയുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യപ്പ സംഘവുമായി ദേവസ്വം ബോർഡ് നടത്തിയത് കുറ്റസമ്മതമാണ്. സ്വർണ്ണക്കൊള്ളയിലെ കള്ളന്മാർ പുറത്തിറങ്ങിയതോടെ ഇനി കേസ് തെളിയില്ല. നിയമപരമായി ശിക്ഷ കിട്ടിയില്ലെങ്കിലും സ്വർണ്ണക്കൊള്ളയിലെയും അയ്യപ്പ സംഘത്തിൻ്റെയും കള്ളന്മാരെ അയ്യപ്പൻ വെറുതെ വിടില്ല. ശബരിമലയിലെ യുവതി പ്രവേശത്തെ അംഗീകരിച്ച സർക്കാർ CPM-ഉം ഇപ്പോൾ മലക്കം മറിയുന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണെന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൺലൈൻ ചീറ്റിങ്ങിലൂടെ ഷൊർണൂർ സ്വദേശിയുടെ 11 ലക്ഷത്തോളം രൂപ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി ഷൊർണൂർ പോലീസിൻ്റെ പിടിയിൽ. താനൂരിൽ താമസിച്ചു വരുന്ന മച്ചിങ്ങലത്തെ മുഹമ്മദ് തഹ്സീർ എന്ന 23 വയസ്സുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 ലക്ഷം രൂപ ഈ പ്രതി തൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു വരുത്തി വിഡ്രോ ചെയ്തെടുത്താണ് പ്രതിയുടെ കേസിലെ പങ്ക്. ഈ കേസിൽ നേരത്തെ കാറമണ്ണ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാമനായ ഇയാളെ ഇന്നലെ താനൂരിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ V രവികുമാർ, ASI രവി, GSCPO സജീഷ്, CPO അരുൺ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ SPC കൂടുതൽ മുന്നോട്ട് പോവുകയാണെന്നും നേട്ടങ്ങൾക്ക് ഈ പദ്ധതി വളരെ ഉപകാരപ്രദമാണെന്നും മുഹമ്മദ് മുഹസിൻ MLA അഭിപ്രായപ്പെട്ടു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-26 SPC ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് സല്യൂട്ട് സ്വീകരിച്ച ശേഷം നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. 84 വിദ്യാർത്ഥികൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കാളികളായി. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി 2024-26 വർഷത്തെ ബാച്ചിൽ 84 SPC കേഡറ്റുകളാണ് പങ്കാളികളായത്. SPCയുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഹമ്മദ് മുഹസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. സെക്കൻഡ് ഇൻ കമാൻഡ് കുമാരി ഷാഹിനയുമാണ് ദേശമുന്നോട് ഇപ്പോൾ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ SPC കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും കുട്ടികളുടെ നേട്ടങ്ങൾക്ക് ഈ പദ്ധതി വളരെയേറെ ഉപകാരപ്രദമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. നിങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ കരുത്തായി നിന്ന് സപ്പോർട്ടായിട്ട് നിന്ന രക്ഷിതാക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അവരൊക്കെ വലിയ പിന്തുണ വന്നിട്ടുണ്ട്. അവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നന്നായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്തായിരുന്നാലും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള മാർച്ച് പാസ്റ്റ് ആണ് ഇവിടെ നടന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതി ഇനിയും മുന്നോട്ട് പോകട്ടെ. ആ പദ്ധതി കൂടുതൽ അഭിമാനകരമാകുന്നത് നിങ്ങളുടെ പ്രവർത്തനം, വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളും ഒക്കെ അതിന് കാരണമാകുമെന്നതിന് സംശയമില്ല. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ SHO രവികുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക ഗീത, പ്രിൻസിപ്പൽ ബീന, വാർഡ് മെമ്പർ ജുനൈദ്, PTA പ്രസിഡന്റ് രവീന്ദ്രൻ, CV സത്യജിത്ത്, SMC ചെയർമാൻ റഫീഖ്, ഡെപ്യൂട്ടി HM ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി അനിൽകുമാർ, മീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ CI രവികുമാർ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ രക്ഷിതാക്കൾ, അധ്യാപകർ, മറ്റു വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയുടെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെ UDF ഒറ്റപ്പാലം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ P ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ P ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. UDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ PAM ജലീൽ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് ഖാസിം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, നഗരസഭാ കൗൺസിലർമാരായ KK ഉണ്ണികൃഷ്ണൻ, ഉമ്മർ ഫറൂഖ്, മുഹമ്മദ് ഫായിസ്, സജീഷ് കൃഷ്ണൻ, നേതാക്കളായ NK കൃഷ്ണൻകുട്ടി, TT സിയാദ്, ഷമീർ, ഫൗസിയ, ഹനീഫ, ജഗദീഷ് ശങ്കർ, CM ഫിറോസ്, സിദ്ദിഖ് K റഫീഖ്, KC ഐശ്വര്യ, അഹമ്മദ് ജാസിം, P അനില, ബിന്ദു കൽപ്പാത്തി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോങ്ങാട് ഹെൽത്ത് ബ്ലോക്കിലെ 198 ആശമാർക്ക് വിവിധ ബാച്ചുകളിലായി 10th മോഡൽ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ K ശൈല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പറായ തുളസി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മൈനാവതി, കേരളശ്ശേരി മെമ്പർ വിലാസിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ്, MLSP ജിയ ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ CC മോൻ തോമസ് സ്വാഗതവും PRO സുധീന നന്ദിയും പറഞ്ഞു. പരിശീലന പരിപാടി 23 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മണ്ണൂർ, കേരളശ്ശേരി, കോങ്ങാട്, കരിമ്പ, മുണ്ടൂർ, പുതുപ്പരിയാരം, അകത്തേത്തറ, മലമ്പുഴ, മരുതറോഡ് എന്നീ 9 പഞ്ചായത്തുകളിലെ ആശമാർക്കാണ് പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പഞ്ചായത്തിൽ 2026-27 വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായി വരുന്ന അവരുടെ ദൃഷ്ടിയിൽ വരുന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അവർ പദ്ധതിയുണ്ടാക്കി പിന്നീട് ആ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ സമയത്താണ് നമ്മൾ അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ആ പ്രദേശത്തേക്ക് അനിവാര്യമായ ഒരു സംഗതി ആവില്ല അപ്പോൾ വന്നിട്ടല്ല. അനിവാര്യത 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ പരിഹരിക്കേണ്ട കാര്യങ്ങളുടെ 1ാം സ്ഥാനം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി അതാത് പ്രദേശത്ത് പ്രധാനമായും ഗ്രാമസഭകൾ ചേർന്ന്, പ്രാദേശിക സമിതികൾ ചേർന്ന്, അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്ന്, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധന്മാരെ കൂടി ഉൾപ്പെടുത്തി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള പദ്ധതികൾ നമുക്ക് ഒരുപാട് കാലമായി നമ്മൾ നിർവഹിച്ചു വരിക. പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ A സംഗീത കരട് പദ്ധതി അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം A സിന്ധുമോൾ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NM അബ്ദുൽ സലാം, M ലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ V വിജിത, മുരളി, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി NK വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പിരായിരി പേഴുങ്കര മദ് റസത്തുന്നൂറിൻ്റെ നേതൃത്വത്തിൽ മാതൃസംഗമവും വിവിധ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ഓടന്നൂർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ പ്രിൻസിപ്പൽ NP ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസത്തുൽ പ്രിൻസിപ്പൽ NM ഷാഹുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മദ്രസ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രകാശദീപം കയ്യെഴുത്ത് മാഗസിൻ നൂറുൽ ഹുദ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഹൈദർ അലി പ്രകാശനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഭരണ നൈപുണ്യ ശിബിരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോയി എത്തിയ പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ നിന്നുള്ള BJP ജനപ്രതിനിധികളായ EP നന്ദകുമാർ, R മണികണ്ഠൻ എന്നിവർക്ക് ആദരം. ഒറ്റപ്പാലത്തുള്ള BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ ഓഫീസിൽ വെച്ച് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. നമ്മുടെ ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിലെ പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നന്ദകുമാർ, അതേപോലെ തന്നെ OBC മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഒറ്റപ്പാലത്തെ മണികണ്ഠനും പോകാനുള്ള ഭാഗ്യം സൂചിച്ചു. അവർ തിരിച്ചെത്തി. അവിടുത്തെ സന്ദർശനങ്ങളും ശരിക്കും പറഞ്ഞൊരു സ്റ്റഡി ടൂർ, അതോടൊപ്പം തന്നെ നമ്മുടെ BJP പ്രവർത്തകരെ ഏറെ കാലം ആഗ്രഹിക്കുന്ന കാര്യമാണ് നരേന്ദ്രമോദിജിയോടൊപ്പം നിൽക്കുന്നത്. ആ ഭാഗ്യം കിട്ടിയവരെ അനുമോദിക്കുന്ന ചടങ്ങാണ്. മേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി, A സ്വരൂപ്, KP കൃഷ്ണകുമാർ, വെസ്റ്റ് ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരവുമായി 32ാം വാർഡ് കമ്മിറ്റി ആദര സദസ്സ് സംഘടിപ്പിച്ചു. അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിൻ്റെ ഭാഗമായാണ് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചത്. 32ാം വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് P നിർമ്മല ആദര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചെയർപേഴ്സൺ പൊന്നാടയണിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ആദരച്ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് പോൾ, അക്രഡിറ്റഡ് എഞ്ചിനീയർ ഗോവിന്ദമുരളി, മുൻ കൗൺസിലർമാരായ സുബ്രൻ, അജിത വിനോദ്, കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം ജയ്സിംഗ് എന്നിവർ സംസാരിച്ചു.
ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച സംഭവത്തിൽ സമയോചിതമായി ഇടപെട്ട് മിനിറ്റുകൾക്കകം തീയണച്ച യാത്രക്കാരെ രക്ഷപ്പെടുത്തിയ ചില മനുഷ്യരുണ്ട്. തീ പടരുന്നത് കണ്ട് കൂകി വിളിച്ച് വാഹനം നിർത്താൻ പറഞ്ഞ ഓട്ടോക്കാരൻ മുതൽ സമീപത്തെ പമ്പ് ജീവനക്കാരനും ചുമട്ടുതൊഴിലാളികളും ബസ്സിൻ്റെ ഡോർ ചവിട്ടിപ്പൊളിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരനും ഉൾപ്പെടെ പരസ്പരം കൈകോർത്ത് നടത്തിയ രക്ഷാപ്രവർത്തനം. ഇനി ആ സംഭവത്തിൻ്റെ CCTV ദൃശ്യം ഒന്ന് നോക്കാം. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ് വൈകുന്നേരം ഏതാണ്ട് 6:30 പിന്നിട്ട് കാണും. ബസ്സിൽ നിറയെ യാത്രക്കാർ. ഒറ്റപ്പാലം മായന്നൂർ പാലം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ മീറ്ററുകൾ മാത്രം ബാക്കിയിരിക്കെ വഴിയരികിൽ നിൽക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് ബസ്സിനടിയിൽ നിന്നും തീ പടരുന്നത് ആദ്യം കാണുന്നത്. യഥാർത്ഥത്തിൽ അയാളാണ് ഈ കഥയിലെ താരം. CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജമാൽ നാസർ. ഉടനെ കൂകി വിളിച്ച് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. തീ ആളിക്കത്തുന്നു എന്ന് കണ്ടയുടൻ തൻ്റെ ഓട്ടോറിക്ഷയിലെ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീ കെടുത്താനായി തുടങ്ങി. അഗ്നിശമന സേനയുടെ സിവിൽ ഡിഫൻസ് പരിശീലനം ലഭിച്ചതിനാലാണ് തനിക്ക് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ ധൈര്യം വന്നതെന്ന് ജമാൽ നാസർ പറഞ്ഞു. ഇതിൽ കുറച്ചാണ് നമുക്ക് മറ്റൊരു ഫയർ ഉണ്ടാകുമ്പോൾ ആ പോയിന്റിലേക്ക് ഇത് കൊടുക്കാൻ മാത്രമേ ഇത് കഴിയുള്ളൂ. കാരണം വളരെ കുറച്ചാണ് ഇതിലുള്ളത്. അത് പെട്ടെന്ന് എന്താ വെച്ചാൽ നമുക്ക് ചെറിയ പരിശീലനം കിട്ടിയ ആളുകൾക്ക് അത് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. തൊട്ടടുത്ത പെട്രോൾ പമ്പിലെ ജീവനക്കാരും പമ്പിലെ സാമഗ്രികളുമായി ഓടിയെത്തി തീ അണയ്ക്കുന്നതിനൊപ്പം കൂടി അവരും കൂടി ഇടപെട്ടതോടെ മിനിറ്റുകൾ കൊണ്ട് തീ അണച്ചു. ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു 6:35 ഉണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് നോക്കിയ ഒരു ബസ്സിൻ്റെ അടിയിൽ കൂടെ നല്ല ഒരു തീ കത്തന പോലെ ഒരു ഇതിലാ വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ വന്നത്. പിന്നെ എല്ലാവരും ഒച്ചയും പകലം കേട്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്താന്ന് ഓടിയപ്പോൾ ബസ്സിൻ്റെ അടിയിൽ നല്ല കത്തലായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഫുള്ള് ജാമായതാണ്. ഡോറ് ഫുള്ള് ഹൈഡ്രോളിക് ടൈപ്പ് ആയതുകൊണ്ട് അത് പൊട്ടിച്ച എല്ലാവരും ഇറക്കി. അപ്പോൾ ആ സമയം ആ ഒരു 30 സെക്കൻഡിലെ എല്ലാം ഇറക്കാനും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഈ ഫയർ എക്സ്റ്റൻഷൻ കുറ്റി എടുത്തിട്ട് പോയിട്ട് പെട്ടെന്ന് കെടുത്താനും ഇതായി. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൂടിപ്പോയി ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് കെടുത്തി. ഇതിനിടെ ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്തു വന്നിരുന്ന ഒരു യുവാവും ഓടിയെത്തിയ CITU പ്രവർത്തകരും ചേർന്ന് ബസ്സിലെ യാത്രക്കാരെ പുറത്തിറക്കി. കണ്ടുനിന്നവരുടെ പോലും മനസ്സിലലിയിക്കുന്ന രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് നടന്നത്. സംഭവശേഷം CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോഴാണ് ഒരുപക്ഷെ രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര വലിയ ദുരന്തം സംഭവിച്ചേനെ എന്ന് പലരും ചിന്തിച്ചു പോകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. PKS ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി V. പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയും ഭൂമി കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൃത്യമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് നിരവധി വർഷക്കാലമായി കോടതിയിൽ വ്യവഹാരത്തിൽ കിടക്കുന്ന ഭൂമികൾ, അതോടൊപ്പം തന്നെ 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഭൂമികൾ, പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമികൾ ഉൾപ്പെടെ നിരവധി ഭൂമികളുണ്ട്. അത്തരം ഭൂമികൾ ഗവൺമെന്റ് പിടിച്ചെടുത്ത് ലാൻഡ് ബാങ്കിൽ നിക്ഷേപിച്ച് ഭൂമിയില്ലാത്ത പട്ടികജാതിവർഗപ്പെട്ടവർക്ക് ഭൂമി നൽകണമെന്നാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന് PKS പുറകോട്ട് പോയിട്ടില്ല. ആ മുദ്രാവാക്യം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പോരാട്ടങ്ങൾക്ക് നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി. ഏരിയ പ്രസിഡന്റ് K. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം P. വാസു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം OV സ്വാമിനാഥൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S. ശിവരാമൻ, K. ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ജനപ്രതിനിധികളെ സംസ്ഥാന സെക്രട്ടറി ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത V. പൊന്നുകുട്ടനെയും കേരള ബാങ്ക് ഡയറക്ടറായ OV സ്വാമിനാഥിനെയും ശില്പശാലയിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വേനലിൽ പാതയോരങ്ങളിൽ നൊങ്ക് വിതരണവും തണ്ണീർ പന്തലുകളും സജീവമാകുന്നു. വേനൽ ചൂട് അകറ്റാനാണ് വഴിയാത്രക്കാർ ഇത്തരം കേന്ദ്രങ്ങളിലെത്തുന്നത്. തരക്കേടില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ടെന്നും കച്ചവടക്കാരും പറയുന്നു.
വേനൽ ചൂട് കനക്കും മുൻപ് തന്നെ പാതയോരങ്ങളിൽ നൊങ്ക് വിപണനവും തണ്ണീർപന്തലുകളുടെ വിപണനവും സജീവമാകുന്ന കാഴ്ചയാണ്. അല്പം ആശ്വാസത്തിനും ചൂടിനെ അകറ്റാനുമാണ് വാഹനയാത്രക്കാരും മറ്റു വഴിയാത്രക്കാരും ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത്. ദാഹം അകറ്റാൻ തണുത്ത പാനീയങ്ങൾക്കും കൂടാതെ ഭക്ഷിക്കുന്നതിനായി നൊങ്കിനും ആവശ്യക്കാർ ഏറെയാണ്. ഷൊർണൂരിലെ കാഴ്ചയാണ് ഈ കാണുന്ന നൊങ്ക് കച്ചവടം. കുട്ടികൾ മുതൽ വലിയവർ വരെ നൊങ്ക് വാങ്ങിച്ചു കഴിക്കുന്നവരാണ്. ഇപ്പോൾ ആവശ്യത്തിനു മാത്രമേ നൊങ്ക് ഇറക്കാറുള്ളൂവെന്ന് കച്ചവടക്കാർ പറയുന്നു. ചില സമയങ്ങളിൽ ആവശ്യക്കാർ ഏറി വരുമ്പോൾ വേഗത്തിൽ കച്ചവടം അവസാനിപ്പിക്കേണ്ടി വരും. ഒരെണ്ണത്തിന് 10 രൂപയാണ് വില ഈടാക്കുന്നത്. എന്നാൽ 4 എണ്ണമുള്ള ഒരു പാക്കറ്റിന് 50 രൂപ വരെയും ഈടാക്കുന്നുണ്ട്. തരക്കേടില്ലാത്ത കച്ചവടമാണ് നടക്കുന്നതെന്ന് കച്ചവടക്കാരൻ STVയോട് പറഞ്ഞു. കച്ചവടം കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാധാരണ കുറച്ച് തേങ്ങ ഇറക്കി കഴിഞ്ഞാൽ അതിനുള്ള കച്ചവടം നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ല. ആളുകൾ ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാർ സാധാരണ സ്ഥിര കച്ചവടക്കാരുണ്ട്. അവർ വരും. അവർക്ക് സ്ഥിരമായിട്ട് നല്ല തേങ്ങകൾ നല്ല തേങ്ങകൾ ഇവിടെ കൊണ്ടുവരും. അതെല്ലാം വട്ടി കൊടുക്കും. അപ്പോൾ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ മൂത്ത തേങ്ങ ഒന്നും കൊടുക്കില്ല. ഓക്കെ. അത് മൂത്ത തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പാനയങ്ങളത്തൊരു കട ഉണ്ട്. അവിടെ ജ്യൂസിന് വേണ്ടിയിട്ട് കൊടുക്കും. ഇവിടെ കൊടുത്തില്ല, വിത്തില്ല. നല്ല തേങ്ങ മാത്രം കൊടുക്കും. കനത്ത വേനലിൽ ഇത്തരം നൊങ്ക് ഭക്ഷിക്കുന്നത് നല്ലതാണ്. ചൂട് കനക്കുന്നതോടുകൂടി ആവശ്യക്കാരും വിപണനവും കൂടുമെന്ന് കച്ചവടക്കാർ പറയുന്നു. തണ്ണിമത്തൻ്റെ വിപണനവും ഉടൻ തന്നെ പാതയോരങ്ങളിൽ കൂടുതൽ സജീവമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കിളശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പദ്ധതികൾ അവതരിപ്പിക്കുന്ന വികസന സെമിനാർ നടന്നു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് K. ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK. മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഷീബ സുനിൽ, വാർഡ് മെമ്പർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിദ B. സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ P. നന്ദിയും പറഞ്ഞു. ഏകദേശം 3.5 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് അംഗീകരിച്ചത്. ഉൽപ്പാദന മേഖലയ്ക്കും പ്രാദേശിക സമ്പദ് വ്യവസ്ഥാ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് പദ്ധതികൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി നിർമ്മിച്ച ക്യാൻറ്റീൻ്റെയും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഉദ്ഘാടനം നടന്നു. മന്ത്രി R. ബിന്ദു ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിൽ നിന്നൊക്കെ ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒന്നൊന്നായി കേരളത്തിൽ നടപ്പാക്കുകയുമാണ്. സ്കിൽ എൻഹാൻസ്മെന്റിന് കഴിവുള്ള ഗവൺമെന്റുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളെ തന്നെ എംപാനൽ ചെയ്യുകയും എല്ലാ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളിലും സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെല്ലുകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. വിദ്യാർത്ഥികളുടെ ഇന്നോവേറ്റീവ് ആശയങ്ങൾ ഏറ്റെടുത്ത് പ്രയോഗതലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് 5 ലക്ഷം രൂപ വരെ ധനസഹായവും മാർഗനിർദ്ദേശവും എല്ലാം നൽകുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം വിജയകരമായ നിലയിൽ നടപ്പാക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഇന്നോവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യാമണി കണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ശ്രീദേവി, വാർഡംഗം നസീമ മറിയാസ്, കോളേജ് പ്രിൻസിപ്പൽ Dr. അനിൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് AN സഹദേവൻ, ചെയർമാൻ ഷഹഷാദ്, ജനറൽ സെക്രട്ടറി അർജുൻ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. 69,70,000 രൂപ ചെലവിൽ സംസ്ഥാന നിർവൃതി കേന്ദ്രമാണ് നിർമ്മാണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ പരുത്തിപ്പറ TMSLP സ്കൂൾ UKG വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ വർണ്ണാഭമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു നിർവഹിച്ചു. പഠനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ കുരുന്നുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക നജാത്ത്, ശ്രുതി ടീച്ചർ, പ്രീ പ്രൈമറി അധ്യാപിക പ്രനീഷ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി. പായസ വിതരണവും ഉണ്ടായിരുന്നു. രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയർഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 1946 മഹത്തായ നാവിക കലാപത്തിൻ്റെ 80ാം വാർഷികത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം E. രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വായിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു സംഗതിയാണ്. വൈവിധ്യങ്ങളുടെ ഏകത്വമാണ്
പ്രകൃതിയുടെ പദ്ധതി എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. നമ്മൾ ജൈവ വൈവിധ്യം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പലതരം ജീവികളും പലതരം പച്ചപ്പുകളും പലതരം ജീവിതങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ പരമയുടെ ഇടയിൽ ജീവികളൊക്കെ വളരുന്നുണ്ട്, നശിക്കുന്നുണ്ട്, പ്രത്യുൽപാദനം നടത്തുന്നുണ്ട് എന്നുള്ള ഏകതയെ നമ്മൾ കാണുന്നു. നാവികകലാപത്തിൻ്റെ 80ാം വാർഷിക വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കെ മനോഹരൻ മാസ്റ്റർ സെമിനാർ അവതരിപ്പിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി KM ലക്ഷ്മണൻ, ജില്ലാ പ്രസിഡന്റ് P പരമേശ്വരൻ, ജില്ലാ ട്രഷറർ CP ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷൊർണൂർ ബ്രാഞ്ചിൻ്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഡിവിഷൻ ഹെഡ് സുരേഷ് ബാബു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ ഹെഡ് സുരേഷ് ബാബു ഭദ്രദീപം കൊളുത്തി വിശദീകരണം നൽകി. കൊപ്പം BDO അനിൽകുമാർ, ഒറ്റപ്പാലം BDO രാജീവ്, മണ്ണാർക്കാട് BDO ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസർ ഗോവിന്ദരാജ് നന്ദി പറഞ്ഞു. ദേശീയ ഗാനത്തോടെ യോഗം അവസാനിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുണ്ടായ അയ്യപ്പൻകാവ് പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരസന്ധ്യ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷമായി എല്ലാ 30 ശനിയാഴ്ചകളിലും ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുന്ന USA-യിൽ സ്വകാര്യ സ്ഥാപന മേധാവിയും മുണ്ടായ സ്വദേശിയുമായ ചങ്ങനാശ്ശേരി മഠത്തിൽ CN നടരാജൻ അയ്യർക്കാണ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം ഒരുക്കിയത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മംഗളം ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P മുരളീധരൻ സ്വാഗതം പറഞ്ഞു. CN നടരാജൻ അയ്യരും കുടുംബവും ഭദ്രദീപം കൊളുത്തി. കലാമണ്ഡലം ഭവദാസൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. രക്ഷാധികാരിയും 26ാം വാർഡ് കൗൺസിലറുമായ K നാരായണൻ ഭാരവാഹികളും ചേർന്ന് ജാനകി നടരാജൻ ദമ്പതികളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ P മോഹനചന്ദ്രൻ, പെരുമനത്ത് മനക്കിൽ നാരായണൻ നമ്പൂതിരി, TD നാരായണ അയ്യർ, മാതൃസമിതി പ്രസിഡന്റ് പ്രേമ ബാലൻ, രക്ഷാധികാരി K നാരായണൻ, P രാമൻകുട്ടി, ചന്ദ്രശ്ശേരി മഠം ഗംഗാധരൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ ദമ്പതികൾ എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി അറിയിച്ചു. നമുക്കൊരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം. അതായത് നമ്മുടെ ഹിന്ദുയിസം പഠിക്കണമെങ്കിൽ ഏറ്റവും എലിജിബിൾ സോഴ്സ് ആയിട്ട് ശ്രുതി. എന്താണ് ശ്രുതി? വേദം. വേദത്തിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിന്ദുയിസത്തിനെ പറ്റി പഠിക്കേണ്ടത്. അത് പഠിക്കാൻ പറ്റാത്തവർക്ക് സ്മൃതി. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപനിഷത്ത്. വേദം പഠിക്കാത്തവർക്ക് ഉപനിഷത്തെങ്കിലും പഠിക്കാൻ പറ്റും. ഉപനിഷത്ത് ചെറുതായി മുറിച്ച് ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. കൂടാതെ 6 ലക്ഷം രൂപയുടെ വെള്ളിയിൽ നിർമ്മിച്ച പൂജാ ഉപകരണങ്ങൾ ക്ഷേത്രഭാരവാഹികൾക്ക് കൈമാറി. USA നിവാസിയും സുഹൃത്തുമായ മെക്സിമോയ്ക്ക് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നന്ദി അറിയിച്ചു. തുടർന്ന് ലഘുഭക്ഷണവും ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് അംഗം TR സന്തോഷ്, ക്ഷേത്ര മാനേജർ T പ്രസാദ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി ശങ്കരനാരായണനുണ്ണി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ്. ഈ മാസം 22 ഞായറാഴ്ച ഉത്സവം സമാപിക്കും. ക്ഷേത്രം തന്ത്രി ശങ്കരനാരായണനുണ്ണി നമ്പൂരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവാഘോഷത്തിന് കൊടിയേറ്റം നടന്നത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. ഉത്സവ ചടങ്ങുകൾക്ക് പുറമെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. 19-ന് ചാക്യാർകൂത്തും 20-ന് രാവിലെ ഉത്സവബലിയും തുടർന്ന് ഉത്സവക്കഞ്ഞി വിതരണവും വൈകിട്ട് കഥകളിയും നടക്കും. 21-ന് വൈകുന്നേരം പള്ളിവേട്ടയും പാണ്ടിമേളവും ഉണ്ടാകും. ഉത്സവത്തിന്റെ സമാപന ദിവസമായ 22-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രസാദോട്ടും വൈകുന്നേരം ഭാരതപ്പുഴയിൽ ആറാട്ടും തുടർന്ന് പഞ്ചവാദ്യത്തിൻ്റെയും താളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടാകും. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇനി മാറ്റുലി നോക്കാം. മാറ്റുലി. സംസ്ഥാനത്തെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. രാവിലെ 10 മുതൽ 12 വരെ ആക്കി ഉയർത്തിയിരിക്കുകയാണ് സർക്കാർ. ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റുലി നോക്കുന്നത്. ഇനി പ്രതികരണങ്ങൾ കാണാം.
എനിക്ക് അങ്ങനെ അഭിപ്രായം വരുന്നതുകൊണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാജ്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വിപണിയൊക്കെ തുറന്നു കൊടുക്കുന്ന സമയമാണ് ഇന്ത്യയിലൊക്കെ. അപ്പോൾ വിദേശികൾ കണ്ടുമാനം വരുന്നു, ടൂറിസ്റ്റുകൾ കണ്ടുമാനം വരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്നവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടോ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മൾ ഇനിയിപ്പോൾ അത് നിർത്തിയോണ്ട് ഗുണമോ നിർത്താതിരുന്നുകൊണ്ട് ദോഷമോ ഒന്നും ഉണ്ടാകാൻ വരുന്നൊന്നുമില്ല. എനിക്കതിനോട് അഭിപ്രായമുള്ള കാര്യമാണ്. അത് നമുക്ക് കുറച്ചുകൂടി സ്റ്റേറ്റിന് കുറച്ച് വരുമാനം കൂടുതലുണ്ടാവും, ടാക്സിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു വരുമാനം കൂടുതലുണ്ടാവും. അത് നല്ല വഴിക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ലതാണ്. ചെറുപ്പക്കാരൊക്കെ അത് മിസ്യൂസ് ചെയ്യാണ്ട് ആവശ്യത്തിന് കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിദേശ പണങ്ങൾ നമുക്കിവിടെ വരാനും വിദേശികൾ കണ്ടുപോകാനും വരാനും ടൂറിസം ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ള സാംസ്കാരിക പരിപാടികൾക്ക് കൂടുതൽ ആൾക്കാർ വരാനും അത് മൊത്തത്തിൽ ഒരു സമൂഹത്തിനൊരു ചലനം ഉണ്ടാക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി സർക്കാർ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വർഗീയത പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒന്നാണെന്നും പ്രതിപക്ഷ നേതാവ്. സർവ്വമേഖലയിലെയും ജനങ്ങൾ പിണറായി സർക്കാരിന് എതിരാണെന്നും വി.ഡി. സതീശൻ. പുതുയുഗ യാത്രയ്ക്ക് തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം. മലമ്പുഴയിൽ ജലവിഭവ സ്ഥലത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. സ്റ്റേഡിയം നിർമ്മിക്കുന്നത് 7 കോടി രൂപ ചിലവിൽ. പുതിയ സ്റ്റേഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുമെന്ന് എ. പ്രഭാകരൻ MLA. ചിനക്കത്തൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താൻ ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ പങ്കെടുപ്പിക്കില്ല. കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും ശുദ്ധജലം നൽകണമെന്ന് കർശന നിർദ്ദേശം. പൂരപ്പറമ്പിൽ ഡ്രോൺ നിരീക്ഷണവും CCTV ക്യാമറകളും ഉണ്ടാകും. DJ, നാസിക് ഡോൾ, ആട്ടത്തപ്പട്ട എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്താനും തീരുമാനം. റംസാൻ വ്രതാരംഭത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇനി 1 മാസക്കാലം വ്രതാനുഷ്ഠാന ദിനങ്ങൾ. റംസാനെ വരവേൽക്കാൻ പള്ളികളും വീടുകളും ഒരുങ്ങി. പാലക്കാട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നീതി പുലർത്തണമെന്ന് മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി. ആരോഗ്യമേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരുന്നാൽ പഠനത്തെയും പ്രവൃത്തി പരിചയത്തെയും ബാധിക്കുമെന്നും OK മണി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ, കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ, കോളേജ് യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ. നാട്ടുകാരുടെ ചിരകാലാഭിലാഷമായ വാരണാങ്കുഷിയിലെ പെരുവഴി തോടിന് കുറുകെ പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. പാലത്തിനായി 50 ലക്ഷം ബജറ്റിൽ തുക വകയിരുത്തി. നിർമ്മാണത്തിന് മുന്നോടിയായി മുഹമ്മദ് മുസിൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. സ്ഥലത്തെ മണ്ണെടുത്ത് പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞതായി അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.